അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ജഗാസ്തു ധർമ്മബോധായ നിത്യം അവ്യാഹതാത്മനാ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബികായേ നമഃ. ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ നമസ്കരിച്ച് അമ്മ ശാരദാംബയെ പ്രണമിച്ച് ഭഗവാന്റെ ശ്രേഷ്ഠമായ ശിഷ്യ പ്രശിഷ്യ പരമ്പരകളെ നമസ്കരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തിരിക്കുന്ന എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരത്തെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തൃപ്പാദിജയം. എന്തായാലും സുനിൽജി ഇങ്ങനെ ഒരു ഇതിലേക്ക് വിളിച്ചതിന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ അധ്യക്ഷയായിരിക്കുന്ന രാധാജി വളരെ ഗംഭീരമായിട്ട് വളരെ നല്ല ശബ്ദമാധുര്യത്തോടു കൂടി നമ്മുടെ ധർമ്മത്തിന്റെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ ധർമ്മത്തെ ഒന്ന് വിചാരം ചെയ്തിരുന്നു. അതിന് വളരെയധികം നന്ദി. ഇനി നമ്മള് ഇപ്പൊ ഇതില് പലരും പഠിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന്. അതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഗുരുവിന്റെ മറ്റൊരു കൃതിയുടെ ആദ്യത്തെ വരി, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നീടിലുത്തമം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വരിയാണ്. അത് സദാചാരം എന്ന് പറയുന്ന കൃതിയുടെ ആദ്യത്തെ ഒരു പദ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് പറ്റാത്തത്, അനുവർത്തിക്കാൻ പറ്റാത്തത് എന്ന് പറയേണ്ടി വരും ചിലപ്പോ. ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും, അതായത് എപ്രകാരമാണോ നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും ഗുരുവിന്റെ കൃതികളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ എത്രമാത്രം ചിന്തിച്ചാലും പറഞ്ഞാലും നമുക്കൊരു പക്ഷെ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്നതും ഗുരുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ, നമുക്ക് ഗുരുവിന്റെ ഓരോ വരികളിലൂടെയും കടന്നു പോകുമ്പോൾ അത് പഠിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക, മനനം ചെയ്യുക, ഇതൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെയധികം പ്രയത്നമുള്ള ഒരു കാര്യമാണ്. ഒരു സാധനയാക്കി മാറ്റേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. കേൾക്കുമ്പോഴും ഇമ്പമുണ്ട്, പറയുമ്പോഴും ഇമ്പമുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. എത്ര നല്ല കാര്യങ്ങളിലൂടെ, എത്രയോ പേരുടെ അത്ര നല്ല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇതുപോലെ ഇപ്രകാരം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. എത്രയോ പേരുടെ ത്യാഗങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എത്രയോ പേരുടെ സച്ചിന്തയും സദ്ഭാവനയും ഒക്കെയാണ് നമ്മളെ ഇങ്ങനെ കൂട്ടിയിരുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താല് നമ്മുടെ ജീവിതത്തില് നമ്മള് പ്രാണവായുവിൽ തുടങ്ങി, ജലത്തിൽ തുടങ്ങി, ആഹാരത്തിൽ തുടങ്ങി, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കർമ്മ മേഖലകളിലും അല്ലെങ്കിൽ ജീവിത മേഖലകളിലും നമ്മൾ മറ്റുള്ള ഓരോരുത്തരുമായിട്ട് കടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരുമായിട്ട് മറ്റുള്ളവരുടെ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഗുരുജനങ്ങളോ ഒക്കെ ആയിരിക്കാം. അവരിൽ നിന്നൊക്കെയുള്ള ഊർജത്തെ സ്വീകരിച്ച്, ഈ പ്രകൃതി എന്ന അമ്മയിൽ നിന്ന് സ്വീകരിച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോ ജീവിക്കുന്നതും ഈ നിമിഷവും അതിനെ കടന്നു പോകുന്നതും. പക്ഷേ ഇതിനൊക്കെ ഹൃദയത്തില് ഏറ്റവും കൂടുതൽ നന്ദി എപ്പോഴും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഒരു അടിയന്തര ഘട്ടത്തിൽ, അത്യാവശ്യ ഘട്ടത്തില് നമുക്ക് താങ്ങായി നിന്നവരെയൊക്കെ നമുക്ക് എല്ലായ്പ്പോഴും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഗുരുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പാഠമായിട്ട് കൊണ്ടുപോകുന്നതാണ് എന്നൊക്കെ വിചാരിച്ചാലും നമുക്കത് എത്രമാത്രം സാധിക്കും? അടുത്ത വരിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കത് കൂടുതൽ സ്പഷ്ടമാകും. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നീടുകിൽ ഉത്തമം. അത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം.
നമ്മുടെ ജീവിതത്തില് നമ്മൾ ഓരോ കർമ്മത്തിലും ഏർപ്പെട്ട് വളരെ തിരക്കുള്ളവരായിട്ടിരിക്കുമ്പോഴും ഒരു നിമിഷം നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊന്ന് സ്വസ്ഥായിട്ടിരിക്കാൻ നമുക്ക് കഴിയുമ്പോ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇരിക്കുമ്പോ, വിശ്രമിക്കുമ്പോ, നമ്മുടെ ചിന്തകൾക്ക് വിശ്രമമില്ല, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ ചിന്തകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇപ്പൊ ഈ വിഷയ ഇത് സമിതോ ജുഹോമി എന്ന് ഹോമമന്ത്രത്തിലെ ഹോമം ചെയ്തുകൊണ്ട് നമ്മൾ സമിത്തുക്കളായിട്ട് എള്ളുകൾ എടുത്ത് വിഷയങ്ങളെയൊക്കെ, അതിന്റെ പ്രതീകമായിട്ട് എള്ളെടുത്ത് വിഷയങ്ങളെയൊക്കെ നമ്മൾ സമിത്തുക്കളായിട്ട് സമർപ്പിക്കുമ്പോഴും നമ്മൾ കുറച്ചു നേരം സ്വസ്ഥായിട്ടിരിക്കുന്ന വിശ്രമിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ മുഴുവനായിട്ട് നമുക്ക് കളയാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മൾ എന്തായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിൽ വരിക? നല്ലതാണോ ചീത്തയാണോ? നല്ല കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരിക? അതോ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ കയ്പ് രസം നുകർന്ന ആ സമയങ്ങളാണോ? അത് ഏറ്റവും സന്തോഷകരമായി ആനന്ദകരമായി നമ്മൾ കടന്നുപോയ നിമിഷങ്ങളായിരിക്കുമോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? ഏതാ സത്യസന്ധമായിട്ട് ചിന്തിച്ചാ വരുന്നത്? മോശം വിഷയങ്ങൾ വേഗം വരും അല്ലെ? നമുക്കൊരു വയ്യായിക വന്നത്, ഒരു അസുഖം വന്നത്, നമുക്ക് ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന തിക്താനുഭവങ്ങള്, അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ ദുരന്ത മുഖങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇവിടെ ഗുരു പറയാണ്, നല്ലതല്ലാത്തതുടനെ മറന്നിടുകിലുത്തമം. നമുക്ക് ആ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയിൽ നിന്ന് കിട്ടിയ തിക്ത അനുഭവം വരെ ഇപ്പോഴും അല്ലെ, ഒരു 10ഓ 40ഓ വയസ്സെത്തിയപ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ആ കൂട്ടുകാരിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അതായിരിക്കാം. പക്ഷെ അവര് ചെയ്തു തന്ന 90% നല്ല കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മളൊരു പക്ഷെ മറന്നു പോയേക്കാം. ഇങ്ങനെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക, നമുക്ക് സുഖത്തെക്കാൾ ഉപരി നമ്മൾ ദുഃഖിച്ച നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വരിക. അപ്പം മറന്നിടുകിൽ ഉത്തമം എന്ന് ഗുരു പറഞ്ഞിട്ട് പോലും നമുക്കത് എത്രമാത്രം മറക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മറക്കാൻ ഇച്ചിരി പാടാണ്, അല്ലെ? ഓർക്കാനായിട്ട്, നല്ലതിനെ ഓർക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. അപ്പൊ ഈ നിസാരം എന്ന് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമുക്കിത് പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ നമുക്ക് വളരെ മോട്ടിവേറ്റ് ആണ്, നമുക്ക് മറ്റുള്ളവരോട് ഉപദേശിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഈ ചെറുപദ്യത്തെ പോലും വിശകലനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പൊ സദാചാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ശരിയായ ആചാരം, സത് ആചാരം, അല്ലെ? ശരിയായ രീതിയിലുള്ള ആചാരം നമ്മൾ ആചരിക്കേണ്ടത്, ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ അതിനർത്ഥം വരും. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം കേട്ടപ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനെ പരിശ്രമം ചെയ്ത് കരസ്ഥമാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മുടെ ഇപ്പൊ നമ്മൾ രാവിലെ കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ജിമ്മിനെ കുറിച്ച്, അല്ലെങ്കിൽ എപ്രകാരം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളെ നമ്മൾ എപ്രകാരമാണ് മാറ്റേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് ഇപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കുറെ കാര്യങ്ങളെ മാറ്റി വെക്കണം. ഇതൊന്നും ചിന്തിക്കാതെ നമുക്ക് പോകാം, ഒരു പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചിന്തിക്കാതെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഇവിടെ ചാർവാക സംസ്കാരത്തെ പോലും ചേർത്ത് വെച്ചതാണ് ഭാരതീയ സംസ്കാരം. ഭാരതീയ ദർശനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർവാക ദർശനമുണ്ട്. ചാർവാക ദർശനം ഡ്രിങ്ക്, ഈറ്റ്, ബി ഹാപ്പി, എൻജോയ് എന്നുള്ളതാണ് ഉദ്ദേശം. കഴിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിനപ്പുറത്തേക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും അവിടെ ചിന്തയ്ക്ക് വശമില്ല. അപ്പൊ അപ്രകാരമുള്ള ചാർവാക ദർശനത്തെ പോലും ഇപ്പോഴും നമുക്കറിയാം, അല്ലെ? മൈത്രേയനെ പോലുള്ളവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവരൊക്കെ ആധുനിക ചാർവാകന്മാരാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോയേക്കാം. അപ്പൊ അങ്ങനെയുള്ള ദർശനത്തെയും ചേർത്ത് വെച്ചതാണ് ഭാരതീയ ദർശനം. അപ്പൊ അപ്രകാരം നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ചിന്തിക്കാതെയും ജീവിക്കാം, അല്ലാതെയും ജീവിക്കാം. പക്ഷെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയവരായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നേരായ വഴിയിലൂടെ, നേരാം വഴി കാട്ടും ആ ഗുരുവിനെ അറിയാനായിട്ട് ആരാഞ്ഞവരായതുകൊണ്ട്, അല്ലെങ്കിൽ ആരായുകിൽ അന്ധത്വമൊഴിക്കുന്ന ആ ഗുരുവിനെ അന്വേഷണത്തിന്റെ പാതയിലേക്ക് കാലെടുത്തു വെച്ചവരായത് കൊണ്ട് തന്നെ
നമുക്ക് അന്വേഷിച്ച് പോയേ മതിയാകൂ. കാരണം നമുക്കറിയാം, ഈ സംസാരത്തിൽ കടന്നുപോയ പടവുകളിലൊക്കെ ഞാൻ കണ്ടതും അനുഭവിച്ചതും അറിഞ്ഞതുമായ ഓരോന്നും മുൻപേ തന്നെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതാണെന്നും അത് എന്റെ അക്കൗണ്ടിലുള്ളതാണെന്നും, നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലുള്ളതാണ്, അത് മറ്റാരുടേതുമല്ല, നമ്മുടെ സ്വന്തം അക്കൗണ്ടാണ്. പാപമായാലും പുണ്യമായാലും സന്തോഷമായാലും ദുഃഖമായാലും നമ്മൾ അനുഭവിച്ചതും കണ്ടതും കേട്ടതും ചിന്തിച്ചതും പറഞ്ഞതും ഒക്കെ നമ്മുടെ മാത്രം അക്കൗണ്ടിലുള്ളതാണ്, അല്ലെ? അപ്പൊ ആ അക്കൗണ്ടിലുള്ളതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എന്താണ്, ഇതിനെ കൂടുതൽ ആനന്ദകരമാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തേ മതിയാവും. ഇങ്ങനെ പോയാ പോരാ. ഉറങ്ങണം ഇനി ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, ഉണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ഞങ്ങൾ ആരും ഉണരാതെ ആ നിർവികാര രൂപത്തിലേക്ക് ഉണരാതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മാത്രം പോരാ, എന്തൊക്കെയോ ഇവിടെ ഉണ്ട്, അതിലേക്കൊന്ന് ശ്രദ്ധ വെക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന 19 പേരും ഈ ഇതിലേക്ക് ഇപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എപ്രകാരമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്? ധർമ്മം അധർമ്മം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളെ എന്തെടുത്താലും ഈ ലോകത്ത് ദ്വന്ദ്ഭാവങ്ങളുണ്ട്. നമ്മളുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം എപ്പോഴും അത് വേണം 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 എന്ന് പറയുമ്പോ മറുഭാഗം വേണ്ട 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 ആലോചിക്കും എന്ന് പറയും, അല്ലെ? അപ്പൊ ഹൃദയത്തില് നമുക്ക് അല്ലെങ്കിൽ ചിന്തയില് നമുക്ക് ഈ രണ്ട് വിഷയത്തിൽ കൂടെ തന്നെ നമ്മൾ കടന്നു പോകുന്നത്. നല്ലൊരു ബിസിനസ് തുടങ്ങണം, അപ്പൊ തന്നെ പറയും അതിലേക്ക് പോകണ്ട, ഇനി ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ല, അങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല, അപ്പൊ എനിക്ക് മുന്നോട്ട് പോകണം എന്ന് മറുഭാഗം പറയും. ഈ വാദപ്രതിവാദങ്ങളുടെ ഒരു കോടതിമുഖം നമ്മുടെ ചിന്തയിലുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ നമുക്കറിയാം, ഈ ധർമ്മ അധർമ്മ വിവേചനം ചെയ്യുന്നതിലൊക്കെ അതൊക്കെ ധാർമ്മികമാക്കണം. നമ്മെ എല്ലാവരെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ധർമ്മത്തെ ഭൂമി കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കറിയാലോ, സൂര്യന് ചുറ്റും കൃത്യമായ ഓർബിറ്റലിലൂടെ ഈ എല്ലാ ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭൂമി ഒന്ന് ചിന്തിക്കുകയാണ്, ഒന്ന് സ്വല്പം ഒരു മൈന്യൂട്ട്, ഒരു സെക്കൻഡിന്റെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സെക്കൻഡില് ഒന്ന് അനങ്ങിയാലോ എന്ന് വിചാരിച്ചാൽ തീർന്നു, അല്ലെ? അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും അല്പം ഒന്ന് മാറി, ഒരു ഡിഗ്രി വേണ്ട, ഒരു 1/2 ഡിഗ്രി ഒന്ന് മാറിയാലോ എന്ന് ചിന്തിച്ചാൽ തീർന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ ഭൂഗുരുത്വാകർഷണ ബലം കൃത്യമായതുകൊണ്ടാണ് നമുക്കിവിടെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ സാധിക്കുന്നത്. അതിലൊരു ഏറ്റക്കുറച്ചിലുണ്ടായാൽ ചിലപ്പോൾ നമ്മൾ വായുവില് പറന്ന് നടന്നു വരും, അല്ലെങ്കിൽ താഴെ പതിഞ്ഞിരുന്നു വരും. അപ്പൊ ഇതൊക്കെ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ആകവേ ഉള്ള ധർമ്മത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലുകളിൽ അല്ലെങ്കിൽ ആ ധാർമ്മികമായ വശങ്ങളിൽ ഓരോ ചരാചരങ്ങളും കൃത്യതയോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് നാമും നമുക്ക് ചുറ്റുമുള്ളതും ഒക്കെ ഇപ്രകാരം സ്വസ്ഥമായിട്ട് ഈ ഭൂമിയിൽ വസിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയില് ഏറ്റവും ബുദ്ധിയുള്ളവരാണ്, വിവേചന ബുദ്ധിയുള്ളവരാണ്, വിവേകികളാണ് എന്ന് പറയുന്ന മനുഷ്യർ നിശ്ചയമായും ഒരു മൃഗത്തെക്കാൾ ഉപരി, മൃഗത്തിനപ്പുറത്തേക്ക് ഈ ധർമാധർമ്മ വിവേചനത്തിലൂടെ തന്നെ കടന്നുപോയി ജീവിതത്തെ കൂടുതൽ ആനന്ദകരമാക്കുവാൻ ഇനിയും കൊണ്ടുവന്നിരിക്കുന്ന ഭാണ്ഡക്കെട്ടുകളൊക്കെ, കെട്ടുകളായതു കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മരിച്ച വീട്ടിൽ എവിടെ കൂടുതൽ പ്രാർത്ഥിക്കുന്ന കേട്ടോ, നാട്ടിലേക്ക് വരുമ്പോ. അപ്പൊ ഈ മരണ വീട്ടിൽ ഇതൊക്കെ പാടുമ്പോ കേൾക്കേണ്ട ആള് പോയി സെന്റ് ഓഫ് കൊടുക്കാൻ വന്നവരാണ് നമ്മളൊക്കെ. സെന്റ് ഓഫ് കൊടുക്കുന്നവരാണ് ഇത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും കേൾക്കേണ്ടത് ആരാണ്? പോകുന്നയാളാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കേണ്ടതാണ് ഇതൊക്കെ. എന്താണ്? ഈ കെട്ടുകൾ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രാരബ്ധെന്നും സഞ്ചിതെന്നും ആഗാമിയും എന്ന് പറയുന്ന 3 തരത്തിലുള്ള കെട്ടുകളെ കൊണ്ടുമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കൂട്ടിക്കെട്ടി കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ ഇവിടെ പ്രാരബ്ധമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിനെയൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകുന്ന ആഗാമി എന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകാനിരിക്കുന്നു. അതെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഏതൊക്കെയോ ജന്മങ്ങളിലൊക്കെ സുകൃതങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ ദുഷ്കൃതങ്ങളെ ആയിരിക്കാം നമ്മളിവിടെ അനുഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും. എന്ത് തന്നെയായാലും ശാസ്ത്രീയമായിട്ട് നോക്കിയാലും നമ്മള് കൊടുക്കുന്നത് മാത്രമേ, അല്ലെ? നമ്മൾ എപ്രകാരമാണ് ഒരു
എന്താ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിലേക്ക് നമ്മൾ ശുദ്ധജലം നിറച്ചു വെച്ചാൽ പൈപ്പിലൂടെ വരുന്നതൊക്കെ ശുദ്ധജലമായിരിക്കും. അതിനകത്ത് മാലിന്യമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും മാലിന്യമായിരിക്കും. നല്ലൊരു നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ ഏറ്റവും നല്ല എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രകാശവും ഏറ്റവും നല്ല സുഗന്ധവും ഏറ്റവും നല്ല ഊർജവും വീടിനകത്ത് നിറഞ്ഞു നിൽക്കും. ഇപ്രകാരം നമ്മളുടെ ചിന്തകളും നമ്മുടെ ജീവിതവും എപ്രകാരം നല്ലതാക്കാൻ പറ്റുമോ അപ്രകാരം അത് കൂടുതൽ ശോഭനമാകും. എന്തായാലും ധർമ്മത്തിലേക്ക് വരാം. 1925 കാലഘട്ടത്തില് ചിങ്ങമാസത്തിലാണ് ശ്രീനാരായണ ധർമ്മത്തിന്റെ രചന. നമുക്കറിയാം വേദാന്ത സൂത്രത്തെ രചിച്ച മഹാഗുരു ഇവിടെ സൂത്രകാരനായ മന്ത്രകാരനായ മന്ത്രദൃഷ്ടാവായ ഗുരു നമുക്ക് ഏറ്റവും അനുകമ്പയോട് കൂടി നൽകിയിരിക്കുന്ന കൃതി. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ എടുത്തു നോക്കുമ്പോ 2 തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ശ്രുതി ഗ്രന്ഥങ്ങളും മറ്റൊന്ന് സ്മൃതി ഗ്രന്ഥങ്ങളും. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടറിഞ്ഞത്, സത്യത്തെ കണ്ടറിഞ്ഞ ഋഷീശ്വരന്മാര് നമുക്കായിട്ട് അവരറിഞ്ഞ സത്യത്തെ പകർത്തി തന്നത്. പണ്ട് പേപ്പറുകളിൽ എഴുതി വെക്കാതെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് പിന്നീട് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് വീണ്ടും വരുന്ന ശിഷ്യന്മാര് അവരുടെ തപസ്സിലൂടെ നേടിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ശ്രുതി ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ. എന്നാൽ സ്മൃതി ഗ്രന്ഥങ്ങൾ അത് സത്യം, ശ്രുതിക്കാണ് പ്രാമാണികത. ഉപനിഷത്ത് ബുദ്ധി രഹസ്യമോക്കണം എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാമാണികത ശ്രുതികൾക്കാന്ന് പറയും. എന്നാല് സ്മൃതി ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോ നമുക്ക് നിരവധിയായ സ്മൃതി ഗ്രന്ഥങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പരാശര സ്മൃതി എന്നും മനുസ്മൃതി എന്നും സൂതസ്മൃതി എന്നും ആപസ്തംഭ സ്മൃതി എന്നും ഒക്കെ പറഞ്ഞ് നിരവധിയായ സ്മൃതി ഗ്രന്ഥങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത് ഓർത്തെടുക്കേണ്ടതാണ്. എന്താണ് ഋഷി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സത്യദർശനത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു വേള കഴിയുമ്പോ ഇവിടെ ദർശനങ്ങൾ അല്ലെങ്കിൽ ആർക്കാണോ പ്രാമാണികത നിലനിന്നിരുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് സാമൂഹികമായ പല വിപത്തുകളും ഇവിടെ സംജാതമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിയുന്ന വസ്തുതകളാണ്. അപ്പൊ അവിടെയൊക്കെ ഇതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് എപ്രകാരമാണ് സാധാരണക്കാരായ ജനങ്ങള് ഇവിടെ ജീവിക്കേണ്ടത്, എപ്രകാരമാണ് അവർക്ക് എല്ലാവരുടെ സന്യാസിമാരാകാൻ ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് എപ്രകാരമാണോ അവരുടെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് യഥാർത്ഥമായ ആനന്ദത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുക, അതിനുള്ള വഴികളെ ഗുരു എല്ലായ്പ്പോഴും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്രകാരമുള്ള എങ്ങനെ ഗൃഹസ്ഥാശ്രമികൾക്കും എപ്രകാരം ധാർമ്മികമായിട്ട് ജീവിക്കാം എന്നതിനെ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മംഗളകരമായ അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായ വചസ്സുകളാണ് നമ്മൾ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന സ്മൃതി ഗ്രന്ഥത്തിൽ കാണുന്നത്. ഓർത്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായിട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഗുരുവിന്റെ വാണികൾ. ഇത് എഴുതിയെടുത്തത് ആത്മാനന്ദ സ്വാമികളാണെന്ന് നമുക്കറിയാം, സംസ്കൃത ഭാഷയിലാണെന്നും നമുക്കറിയാം. ഇത് എഴുതിയെടുത്ത് ഓരോ ദിവസവും അതില് വീണ്ടും വായിച്ച് കേൾപ്പിച്ച് തെറ്റുകളൊക്കെ ഭഗവാൻ തന്നെ തിരുത്തി കൊടുത്ത് പിന്നീട് അതൊരു പുസ്തക രൂപത്തിലാക്കുകയാണ്. അതിന് വ്യാഖ്യാനം ചമച്ചത് ഇപ്പോ രാധാജി പറഞ്ഞതുപോലെ ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. ആ ഗ്രന്ഥമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന പുസ്തകം. അപ്പൊ ഇതിന് ഏതൊരു ഗ്രന്ഥവും തുടങ്ങുന്നത് ഏറ്റവും ഒരു വിശേഷണപ്പെട്ട ലക്ഷണമൊത്ത ഒരു കൃതി തുടങ്ങുന്നത് എപ്പോഴും ഒരു മംഗളാചരണത്തോടു കൂടിയായിരിക്കും. ഇങ്ങനെ അത് ഒരു കാലഘട്ടത്തിലെ നിയമം തന്നെയായിരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഗ്രന്ഥത്തിന്റെ വിശേഷപ്പെട്ട നിയമങ്ങൾ. ഇവിടെ നമ്മുടെ സ്മൃതി ഗ്രന്ഥമായിരിക്കുന്ന ശ്രീനാരായണ ധർമ്മത്തിൽ ആധുനിക ലോകത്തില് മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഗുരു നമുക്ക് നൽകിയ ഉപദേശ സംഹിതയില് നമ്മൾ ഇതും തുടങ്ങിയിരിക്കുന്നത് ഒരു മംഗളാചരണത്തോടു കൂടിയാണ്. ആ മംഗളാചരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നുകില് ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു സത്വസ്തു അല്ലെങ്കിൽ സത്യമായിട്ടുള്ളത് ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മത്തെ സ്തുതിച്ചുകൊണ്ടൊക്കെയാണ് സാധാരണ ഒരു മംഗളാചരണം തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചികാസ്തു ധർമ്മബോധായ നിത്യം അവ്യാഹതാത്മന എന്നാണ് ഇവിടെ മംഗളസ്തുതിയായിട്ട് മംഗളാചരണമായിട്ട് ആത്മാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്.
അതായത് അദ്വൈതത്തിന്റെ രണ്ടില്ലാത്തതിന്റെ, നമുക്കെല്ലാം ദ്വൈതത്തിലാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. അദ്വൈതത്തെ കുറിച്ച് പറയുന്ന ചിന്തിക്കുന്ന നമ്മൾ നിൽക്കുന്നത് ദ്വൈതത്തിലാണ്. അങ്ങനെ രണ്ടില്ലാതെ നിൽക്കുന്ന അനന്ത സ്വരൂപമായിരിക്കുന്ന ആ ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങളുടെ ആ തൃച്ചരണങ്ങളിലേക്ക് ചേർന്ന് നിർത്തിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഈശ്വര സ്വരൂപനെ, ബ്രഹ്മസ്വരൂപനെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഇത് ആർക്കാണ്? ധാർമ്മികമായിട്ട് ജീവിക്കുന്നവർക്ക്, ചകാസ്തു ധർമ്മ ബോധായ നിത്യം അവ്യാഹതാത്മന, കുബുദ്ധികളല്ലാത്തവർക്ക്. കുബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂക്കഡ് മൈൻഡ് എന്നതിനേക്കാൾ അപ്പുറത്ത് ആർക്കാണോ ഈ ധർമാധർമ്മ വിവേചന ബോധത്തിലേക്ക് ഉണരണമെന്ന് ആരായാൻ തയ്യാറാകുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സദ്ഗ്രന്ഥം എന്ന് ചുരുക്കം. ഇപ്പൊ നമ്മള് എന്താണ് സുനിൽജി പറഞ്ഞു, എണ്ണം നോക്കരുത്, നോക്കേണ്ട കാര്യമില്ല. അത് ശരിയാണ്, എണ്ണം നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ട്. ഇപ്പൊ 140 കോടിയിലേറെ ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തില് ഇപ്പൊ നമ്മളെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സ്വാത്വികമായിട്ട് അല്ലെങ്കിൽ എന്താണ് സദ്വസ്തുവിലേക്ക്, ഈശ്വരനിലേക്ക് ചിന്ത വരുന്നത് വളരെ കേവലം കയ്യിലുണ്ടാവുന്നവർ മാത്രമായിരിക്കും, അല്ലെ? അവിടെ ഭഗവത്ഗീത പറയുന്നു 1000-ൽ ഒരുവർക്കായിരിക്കും അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ കോടിക്കണക്കുള്ളവർക്ക് 1000 പേർക്കായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. ആ 1000-ല് ഒരു 100 പേര് മാത്രമായിരിക്കും ഈ വഴിയിലേക്ക് നടക്കാൻ ചിന്തിക്കുന്നത്. ആ 100 പേരിൽ 10 പേര് മാത്രമായിരിക്കും ആ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എത്തിച്ചേരുന്നത് 1-ഓ 2 പേരോ മാത്രമായിരിക്കും. അതുകൊണ്ട് എണ്ണത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും എന്താണ് ഈശ്വരൻ തന്നെ നമുക്ക് മൊഴിഞ്ഞു നൽകിയിരിക്കുന്ന സത്യമാണ്. അപ്പൊ അങ്ങനെ ആരായുന്നവരായിട്ട് പോകുമ്പോ നമ്മൾ ഈ ഗ്രന്ഥത്തിൽ കാണുന്നു 10 എന്താണ് ചാപ്റ്റേഴ്സ് ആയിട്ട്. ഇവിടെ ഈ നമുക്ക് രാമായണത്തിലാണെങ്കിൽ കാണ്ഡം എന്ന് പറയുന്നത് പോലെ, മഹാഭാരതത്തിലാവുമ്പോൾ പർവം എന്ന് പറയുന്നത് പോലെ, ഇവിടെ ശ്രീനാരായണ സ്മൃതി എന്ന ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി ഗ്രന്ഥത്തില് 10 അധ്യായങ്ങളെയും സൂചിപ്പിച്ചിരിക്കുന്നത് മുൻപിടെ പറഞ്ഞു. എന്താണ് നമ്മളിവിടെ പ്രഥമ സർഗം മുതൽ ദശമ സർഗം വരെയുള്ള ഒരു യാത്രയാണ് ശ്രീനാരായണ ധർമ്മത്തില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ സർഗത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോ, ഇപ്പൊ മംഗളാചരണത്തിൽ തുടങ്ങി പിന്നെ ഓരോ സർഗത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രഥമ സർഗത്തിൽ വരുമ്പോ ഏറ്റവും പാവനമായിരിക്കുന്ന വർക്കലയെ കുറിച്ച്, വർക്കല എന്ന് പറയുന്ന, അതായത് എന്താണ് വർക്കല എന്ന് പറയുന്ന ആ പാവനമായ പുണ്യഭൂമിയെ കുറിച്ച്, അവിടെ വിരാജിക്കുന്ന ഒരു യോഗീശ്വരനെ പോലെ വിരാജിക്കുന്ന ശിവഗിരി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുണ്യസ്ഥാനമായിരിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ആനന്ദത്തിന്റെ തലസ്ഥാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഭൂമിയിലെ സ്വർഗമായിരിക്കുന്ന ശിവഗിരിയെ കുറിച്ച് വർണ്ണിക്കുന്നു. പിന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന സ്വസ്ഥമായിട്ട് നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിന് സമാധാനത്തെ നൽകുന്ന, സംതൃപ്തിയെ നൽകുന്ന ഏറ്റവും പാവനമായിരിക്കുന്ന മഹാഗുരു തൃപ്പാദങ്ങളുടെ സംസ്ഥാപനം കൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് സ്ഥിതി ചെയ്യുന്നതിലൂടെ ഏറ്റവും പുണ്യമായിരിക്കുന്ന ആ ശിവഗിരിയിൽ എത്തുന്നവർക്ക് സമാധാനം നൽകുന്ന ആ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടാണ് പ്രഥമ സർഗം നമ്മൾക്ക് സമാപിക്കുന്നത്. ഇനി ദ്വിതീയ സർഗത്തിലാണ് പ്രഥമമായ വിശേഷപ്പെട്ട അന്വേഷണങ്ങളൊക്കെ കാണുന്നത്. അവിടെയാണ് ധർമ്മ അധർമ്മ വിവേചനം കാണുന്നു. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, അതുപോലെ തന്നെ ജാതി മത ദൈവ വിചാരം, ഏകജാതി ഏകമത ഏകദൈവ വിചാരം, ജാതി നിരൂപണം കാണുന്നുണ്ട്. ഏകദൈവ വിചാരത്തെ നമ്മൾ അവിടെ വ്യക്തമായിട്ട് ഗുരു നൽകുന്നത് ദ്വിതീയ സർഗത്തിലാണ്. ഇനി തൃതീയ സർഗത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പഞ്ചധർമ്മം. ഇവിടെ ശ്രീനാരായണ ധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ ത്രിപഞ്ചകങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് അനുഷ്ഠിക്കാൻ. ദ്വിതീയ സർഗത്തില് സ്വാമി തൃപ്പാദങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു, ധർമ്മത്തെ ശരിയാംവിധം അറിയണം, ആചരിച്ചനുഷ്ഠിക്കണം, പ്രചരിപ്പിക്കണം. 3 കടമകൾ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ നൽകിയിരിക്കുകയാണ്. അറിയുക, ആചരിച്ചനുഷ്ഠിക്കുക, പ്രചരിപ്പിക്കുക. ദ്വിതീയ സർഗത്തിൽ വ്യക്തമായിട്ട് അത് നൽകുന്നുണ്ട്. അപ്പൊ അവിടെ കടന്നു പോകുമ്പോ ഇതെങ്ങനെ അനുഷ്ഠിക്കാം എന്നുള്ളതാണ് തുടർന്നുള്ള അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ തൃതീയ സർഗത്തിലേക്ക് പോകുമ്പോൾ തൊട്ട് അത് കാണുകയാണ്.
അപ്പൊ അവിടെ ഒത്തിരി പഞ്ചകങ്ങളാണ് ധർമ്മത്തിൽ നമ്മള് ഒരു ഭൗതികമായിട്ട് ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട 3 പഞ്ചകങ്ങൾ, അതായത് 15 കടമകള്. അതിനകത്ത് ഒന്നാമത്തെ പഞ്ചകം ധർമ്മ പഞ്ചകമാണ്. ഇപ്പൊ തൃതീയ സർഗം തുടങ്ങി നമ്മളത് കാണുകയാണ് സാമാന്യ ധർമ്മ നിരൂപണം. അതായത് ധർമ്മങ്ങൾ, 5 ധർമ്മങ്ങൾ, പഞ്ചധർമ്മങ്ങൾ, അഹിംസ, സത്യം, അസ്തേയം, മദ്യവർജനം, അതുപോലെ തന്നെ അവ്യഭിചാരം തുടങ്ങിയ 5 ധർമ്മത്തെ നമ്മൾ അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ അതിൽ ശുദ്ധി പഞ്ചകത്തെ നൽകുന്നു. 5 ശുദ്ധികള് നമ്മൾ പറയുന്നത് പോലെ വാക്ക്, മനസ്സ്, ഇന്ദ്രിയം, അതുപോലെ തന്നെ ശരീരം, ഗൃഹം, ഈ പറയുന്ന 5 ശുദ്ധികളെ നമ്മൾ അനുഷ്ഠിക്കണം. അടുത്തതായിട്ട് ചതുർത്ഥ സർഗാണ്. ചതുർത്ഥ സർഗത്തില് നമ്മൾ കാണുന്നു ഒരു കുഞ്ഞിനെ നമ്മുടെ ഉള്ളിൽ തന്നെ ആരാണ് കുഞ്ഞിന് ജന്മം നൽകിയത്, അല്ലെങ്കിൽ ആരാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികളോട് ചോദിച്ചപ്പോ കുട്ടികൾ പറഞ്ഞ അച്ഛനും അമ്മയും തന്നെയാണ്. അവർക്ക് അതിനു മുമ്പ് ഒരു ക്ലാസ് കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്, അല്ലെ? അച്ഛന് വേണ്ടിയിട്ട് അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് അമ്മയാണെന്നേ ഉള്ളൂ. പക്ഷെ ഇത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ഒരു കുഞ്ഞിനെ ഗർഭത്തിലേക്ക് ധരിക്കുന്നതിന് മുമ്പേ തന്നെ എപ്രകാരമായിരിക്കണം അച്ഛനമ്മമാർ ഒരുങ്ങേണ്ടത് എന്ന് തുടങ്ങി ഇവിടെ ഇത്രയും വലിയ ഒരു മെന്റർ, ജീവിതത്തിന്റെ മെന്റർ, ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മെന്ററായിട്ട് നമ്മൾ ഗുരുവിനെ കാണുകയാണ്. എപ്രകാരമാണ് ഒരു ദാമ്പത്യത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത് എന്ന് തുടങ്ങി അവിടെ ആ ദമ്പതികള് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ എന്തൊക്കെ അനുഷ്ഠിച്ചിരിക്കണം, ഏതൊക്കെ ദിവസങ്ങൾ നോക്കി ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു മഹാമുനി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയായിരിക്കണം ഗർഭിണിയായ ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടത്, അവൾ എങ്ങനെയാണ് പിന്നീട് എന്തൊക്കെ കേൾക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മളിപ്പോ ഓടി നടക്കുകയാണ്, അല്ലെ? ഏത് ഡയറ്റീഷ്യനെയാണ് കാണേണ്ടതെന്നൊക്കെ നമ്മൾ ഓടുന്നത്. പക്ഷെ ഇവിടെ ഗുരു അതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നീട് പ്രസവ ശുശ്രൂഷ, പ്രസവം എങ്ങനെയായിരിക്കണം, പ്രസവ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം, പ്രസവ മുറി എങ്ങനെയായിരിക്കണം, പ്രസവത്തിന് ശേഷം എപ്രകാരമായിരിക്കണം ആ കുഞ്ഞിനെ വളർത്തേണ്ടത്, ബാലോപചരണം, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ എപ്പോൾ വിദ്യാരംഭം നടത്തണം, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചതുർത്ഥ സർഗത്തിൽ കാണുന്നത്. പിന്നീട് പഞ്ചമ സർഗത്തിലൂടെ വരുമ്പോൾ ആശ്രമധർമ്മത്തെ കുറിച്ച്, നമ്മുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പോകുന്ന സന്യാസം തുടങ്ങിയിട്ടുള്ള ആശ്രമ വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള വിവരണമാണ് പിന്നീട് കാണുന്നത്. അതിനകത്ത് ഷഷ്ഠ സർഗത്തിലേക്ക് പോകുമ്പോൾ ബ്രഹ്മചര്യവും, സപ്തമ സർഗത്തിലെ ഗാർഹസ്ഥ്യധർമ്മവും, അഷ്ടമ സർഗത്തിലേക്ക് പോകുമ്പോൾ പഞ്ചമഹായജ്ഞത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതല് എന്തൊക്കെ രീതിയില് യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം, അവിടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ സാധനയും ഒക്കെ ആയിട്ട് ദേവയജ്ഞവും ബ്രഹ്മയജ്ഞവും ഒക്കെ അനുഷ്ഠിക്കുന്ന നമ്മള് നമുക്കും നമ്മുടെ അതിഥികൾക്കും അതുപോലെ ചുറ്റുമുള്ളവർക്കും ഒക്കെ നമ്മള് ഒരു മനുഷ്യയജ്ഞത്തിൽ ഏർപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ തന്നെ ചുറ്റിനുമുള്ള ഭൂതഗണങ്ങൾക്ക്, പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും ഈ പ്രപഞ്ചത്തിനുമൊക്കെ എപ്രകാരം നമ്മൾ എന്തൊക്കെ കടമകളാണ് ഇവരോടൊക്കെ ചെയ്യേണ്ടത്, അതിനെങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള ഭൂതയജ്ഞവും ഒക്കെ പിതൃയജ്ഞവും ഒക്കെ നമുക്കിവിടെ കാണുന്നത് അഷ്ടമ സർഗത്തിലാണ്. പിന്നെ നവമ സർഗത്തിൽ വരുമ്പോൾ അധാപര ക്രിയയാണ്, നമ്മുടെ മരണശേഷമുള്ള ക്രിയകൾ. മുമ്പ് 16 ആചരിച്ചുകൊണ്ടിരുന്ന നമ്മള് ഇപ്പൊ 10ലേക്ക് 10 മാറിയിട്ട് ഇപ്പൊ 10 ദിവസം ഗുരു പറഞ്ഞെങ്കിൽ ഇപ്പം മക്കൾക്ക് തിരക്കേണ്ട 5 ദിവസത്തിലേക്കൊക്കെ ഒതുക്കുന്നു. പക്ഷെ ഗുരു നൽകിയിരിക്കുന്നത് 10 ദിവസത്തെ പുലയാചരിച്ച് 11ാമത്തെ ദിവസം കുളിച്ച് ശുദ്ധി വരുത്തി ഹോമാദികൾ ചെയ്ത് എല്ലാ കർമ്മങ്ങളും തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ, അല്ലെങ്കിൽ ജനനം എപ്രകാരമായിരിക്കണം എന്നു മുതല് നമ്മുടെ ഒരു മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള ഈ ലോകത്തു നിന്ന് മാറി സ്വാമിത്രപാദങ്ങളിലേക്ക് ലയിക്കുന്നത് വരെയുള്ള, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ചടങ്ങുകൾ വരെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീനാരായണ ധർമ്മം ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ ദശമ സർഗത്തിലേക്ക് വരുമ്പോൾ സന്യാസത്തെ നമ്മൾ കാണുന്നുണ്ട്.
ഏറ്റവും ആനന്ദ സ്വരൂപരായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി അവിടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ശ്രീനാരായണ ധർമ്മത്തെ സ്വാമി തൃപ്പാദങ്ങള് ഉപദേശിച്ചു നൽകിയിട്ടുള്ളതും ആത്മാനന്ദ സ്വാമികൾ അത് ക്രോഡീകരിച്ച് ഈ പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളതും ശ്രീനാരായണ തീർത്ഥസ്വാമികൾ അതിന് തക്കതായ വ്യാഖ്യാനം ചമച്ചിട്ടുള്ളതും. ഇപ്രകാരമുള്ള ധർമ്മ പഞ്ചകത്തെ കയ്യിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു രത്നത്തെ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഒരു മഹാസൂര്യനെ കയ്യിൽ വെച്ചിട്ട് ഇരുട്ടിൽ തടയുന്നവരായിട്ട് പല ജ്യോതിഷികൾക്കും അല്ലെങ്കിൽ യൂട്യൂബ് ടീച്ചേഴ്സിന്റെയും പുറകെ പോകുന്നവരാണ് ഇപ്പോഴും നമ്മള് എന്നുള്ള സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പഠനം എല്ലാവർക്കും ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തൃപ്പാദങ്ങളിലേക്ക് ഈ കുഞ്ഞു വാക്കുകളെ ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ, തൃപ്പാദജയം. താങ്ക് യു. നന്ദി ധന്യ മേഡം. ഇത്രയും വിശദമായി കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മേഡം തിരക്കിലാണതുകൊണ്ട് എന്തെങ്കിലും ശരി ഒരു ആമുഖം തന്നിട്ട് പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്രയും വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാനും ഇതിനകത്ത് കയറിയിരിക്കുന്ന എല്ലാവർക്കും ഈ ബുക്ക് എന്താണെന്ന്, ഇത് വെറും ഒരു ബുക്കല്ല, നമ്മുടെ ഒരു അതായത് ഒരു ഭരണത്തിന് വേണ്ടിയിട്ട് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആ ഒരു രീതിയാണ് ഗുരു ഇതിനകത്ത് എങ്ങനെ ഒരു നാട് മുന്നോട്ട് കൊണ്ടുപോകാൻ, രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള എല്ലാം വ്യക്തമായിട്ട് പറയുന്നു. അത് ആ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. ജനിക്കുന്നതിന് മുമ്പ് എവിടുന്ന് അത് വിത്തിൽ നിന്നാണോ മരം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ ആ റൊട്ടേഷൻ എവിടുന്ന് തുടങ്ങുന്നെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഗുരു ഇത് പറഞ്ഞു തന്നിരുന്നത്. ഇത്രയും വിസ്തരിച്ച് ഞങ്ങൾക്കിത് പറഞ്ഞു തന്ന ധന്യ മേഡത്തിന് ഒത്തിരി നന്ദി. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലൊരു അവസരവും ഞാൻ ജസ്റ്റ് കോൾ ചെയ്യുകയും അന്നേരം തന്നെ സമ്മതിക്കുകയും ചെയ്യും. ഇത്രയും ഒരു സന്മനസ്സിന് ഞങ്ങൾ ഒത്തിരി